അപ്പോ നമ്മളിന്ന് വന്നിട്ടുള്ളത് മഞ്ജുളാലാണ്. നമ്മൾ പറഞ്ഞ മുന്നേ കുറെ വീഡിയോസ് ഉണ്ട് മഞ്ജുളാത്തറ മേളത്തിനെ കുറിച്ചിട്ടുണ്ടായിരുന്നെ. അപ്പൊ ഇന്നാണ് നമ്മുടെ മഞ്ജുളാത്തറ മേളം നടക്കുന്നത്. ഇന്ന് കൃത്യം 3 മണിക്കാണ്. ഇപ്പോ 2:30 അര മണിക്കൂർ കൂടി ഉണ്ട് അല്ലേ സാ? അപ്പൊ ഞാനുണ്ട് പ്രശ്നം കൊണ്ടായിട്ട് വലന്തലാണ് ഞാൻ കൂട്ടുന്നത്. ചെന്നൈ ഞങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാരും വന്നു ഓരോരുത്തരായിട്ട് വേടത്താളം, ഏലത്താളം, ചെണ്ട, കൊമ്പ്, കുഴല് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഓരോരുത്തരോരുത്തർ വന്നിട്ട് ഓരോരുത്തരെ ചെണ്ട വാദ്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ച് ഓരോരുത്തരും ഡ്രസ് മാറി മറ്റേതായിട്ട് കൊണ്ടിരിക്കുകയാണ്. പാഞ്ഞാൾ വേലിക്കുട്ടി ആശം എത്തിയുണ്ടെന്ന് അറിയില്ല, ചിലപ്പോ അവിടെ ഉണ്ടാവും, ഭാഗത്ത് മുകളിലുണ്ടാവും. ഇപ്പൊ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളൂ, പെട്ടെന്ന് ഇപ്പൊ വന്നുള്ളൂ. എന്തായാലും അപ്പൊ നമുക്കിനി മേളവും കാര്യങ്ങളും ആൾക്കാരില്ല, നമുക്കെല്ലാം ഒന്ന് കാണാം. DR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇപ്രാവശ്യത്തെ മഞ്ജുനാഥത്തറ മേളത്തില് വാദ്യോപകരണമായിട്ടുള്ള കുറുങ്കുഴൽ വായിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, അതായത് ലക്ഷ്മി ദേവി എന്ന ചേച്ചിയാണ്. അപ്പൊ എങ്ങനെയാണ് അനുഭവം? എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ മഞ്ജുനാഥത്തറ മേളത്തില് കൊട്ടാൻ ആദ്യമായിട്ടാണോ വന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. ജയപ്രകാശ് ചേട്ടൻ ത്രൂ ആണ് ഇവിടെ ഒരു നിൽക്കാനുള്ള ഒരു അവസരം. പിന്നെ ഞാൻ എന്റെ പുതിയ വീട് പണിയുണ്ട്, അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഗുരുവായൂരപ്പനെ തൊഴുത് മേളം കൂടാൻ കൂടെ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഒരുവിധം കലാകാരന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമ്മളിവിടെ ഗുരുവായൂരപ്പന്റെ മുന്നിൽ, അത് ഗുരുവായൂരപ്പന്റെ മണ്ണില് ഇങ്ങനെ ഒരു മേളത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യമാണ്. പിന്നെ തീർച്ചയായിട്ടും അതെ അതെ, രാവിലെ എനിക്ക് നന്നായിട്ട് തൊഴാനും പറ്റി ഗുരുവായൂരപ്പനെ, ഒരു ഭാഗ്യമാണ്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇപ്പൊ മഞ്ജുനാഥത്തറ മേളത്തില് ആദ്യമായിട്ടാണ്, ഗുരുവായൂരിൽ ആദ്യമായിട്ടാണ്. എത്ര വർഷമായി ഇപ്പൊ ഇതിലായി? ഞാനിപ്പോ 4 വർഷം കഴിഞ്ഞു. 100-400 മേളങ്ങൾക്ക് മുകളിലായി. അതെല്ലേ? ഒരുവിധ പ്രമുഖന്മാരുടെ ഒപ്പം നിന്നിട്ടുണ്ട്, എല്ലാവിധ പ്രമുഖന്മാരുടെ ഒപ്പം നിന്നിട്ടുണ്ട്. എവിടെന്നാണ് പഠിച്ചത്? മേളം പഠിച്ചിറങ്ങിയത് പുതിയകാവ് അൻപുനാഥ് എന്ന് പറഞ്ഞ ആശാന്റെ അടുത്താണ്. അത് കഴിഞ്ഞ് കുഴൽപ്പറ്റ് പഠിച്ചത് തിരുവാങ്കുളം രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആശാന്റെ അടുത്താണ് കുഴൽപ്പറ്റ് പഠിച്ച് ചോറ്റാനിക്കരയിൽ ഇറങ്ങിയത്. എന്തായാലും നന്ദി. അപ്പൊ നമ്മുടെ ഈ കോസ്റ്റ്യൂം അങ്ങോട്ട് മാറ്റി നമുക്ക് ചെണ്ടയ്ക്കുള്ള ആവശ്യമായിട്ടുള്ള ചെണ്ട കൊണ്ടാണുള്ളത്, അതിനു വേണ്ടിയുള്ള വേസ്റ്റ് ഉണ്ട്. അത് ചെണ്ട ബാഗിലാണ് വെച്ചിട്ടുള്ളത്, അത് നമുക്ക് അത് എടുത്തിട്ട് ഇടാം. അപ്പൊ ഒത്തിരി ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് മഞ്ജുനാഥത്തറ മേളത്തിന് വേണ്ടി വന്ന ആൾക്കാരാണ് നിൽക്കുന്നതൊക്കെ. കൊമ്പ്, ചെണ്ട, കുഴല്, ഇലത്താളം എല്ലാം ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഡ്രസ്സൊക്കെ മാറി എല്ലാം സെറ്റായിട്ട് നിൽക്കുകയാണ് ഇവര്. പിന്നെ ഏതാനും മറ്റേ എന്താ പറയുക, ഇത് കൂടിയുള്ളൂ, സമയം കൂടിയുള്ളൂ. ഇതാ 3 മണി ആയി ഏകദേശം, സ്റ്റാർട്ട് ആകാൻ പോവാണ്. അപ്പൊ അതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ജുനാഥത്തറ മേളത്തിന് കൊട്ടാൻ വേണ്ടി കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ ജില്ലകളിൽ നിന്ന് 2, 3, 4 പേരുകളായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത്. കാരണം കൊട്ടാൻ ആഗ്രഹം കൊണ്ടിട്ട് ഗുരുവായൂർ വന്ന് കൊത്താൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാനും ഒരുങ്ങി കഴിഞ്ഞു. ജുബാണല്ലോ ഈ ആട്ടിലായിരുന്നു. അപ്പൊ ഇപ്രാവശ്യത്തെ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര ജേതാവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലിക്കുട്ടി ആശാനാണ്. അപ്പൊ ആശാൻ 2 വാക്ക് അതിനെ കുറിച്ച് പറയൂ. എല്ലാം ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് കിട്ടുന്നതാണ്. അതായത് ഇതേവരെ ഒരു 50 വർഷത്തിന്റെ മുകളിലായി ഞാൻ ഇലത്താള ഫീൽഡായിട്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഗുരുവായൂരിന്ന് ഒരു പുരസ്കാരം തരാൻ ഒരു തീരുമാനിച്ചത്. അതിൽ വളരെ സന്തോഷം. അപ്പൊ മേളം തുടങ്ങാറായി, എല്ലാരും പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്, ചെണ്ടയ്ക്കായിട്ട് അടിപൊളിയായിട്ട്. എന്ത് രസമല്ലേ എല്ലാരും കൂടി കാണാനായിട്ട്. അല്ല ചെറുപടിയല്ലേ? തീർച്ചയായിട്ടും. അറിയില്ല, ഇവിടെ കൊള്ളേരൊക്കെ അവിടെ പോയി. നമ്മളിവിടുന്ന് അങ്ങോട്ടാണ് മുഖം വരിക. പ്രതീക്ഷിക്കാതെ ഇത് മറ്റേ വയറിലായ എല്ലാ പൂരങ്ങൾക്കും ആ സർപ്രൈസ് ആശം പറഞ്ഞില്ലല്ലോ. കൊള്ളാൻ അതിന് മേളം തുടങ്ങട്ടെ.
ആ വഴിയിലേക്ക് ഗുരുവായൂരിൽ ഒരു മേള താളക്കുഴപ്പ് മധുവരുവാൻ നമുക്ക് മറ്റുള്ള തരങ്ങൾ നമ്മളെ കുറിച്ചിട്ടുണ്ട്.
ഇതിന് ശേഷവും അവരുടെ വകയായി കർണാടകയുണ്ട്. അത് ഏറ്റവും സ്നേഹത്തോടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1001 രൂപയും പ്രശസ്തി പത്രവും ബലം ആണ്. ആ 15,000 രൂപയും പ്രശസ്തി പത്രവും ബലവുമാണ്. ആ സംഖ്യ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വ്യത്യസ്ത കലാകാരൻ നമുക്ക് വസ്ത്രകാര്യമായിട്ടുള്ള വിജയ് കുമാർ തേക്കൂട്ടൻ, അദ്ദേഹത്തിന്റെ പിതാവ് വേണുഗോപാൽ തേക്കൂട്ടിന്റെ ആണ് ആ പുരസ്കാരം. എല്ലാവരും ഒന്ന് കൈയടിച്ചോളോ. 2 മണിക്കൂർ ഇവിടെ കൊട്ടി കയറി കൊടുത്തോളൂ. അടുത്തത് ഇവിടെ എല്ലാവർക്കും. അടുത്തത് എടക്കളത്തൂടാജി ഇടന്തലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി പ്രതിഭകളോടൊപ്പം തന്റെ അരങ്ങ് അവരുടേതാക്കി മാറ്റിയ വലിയ കലാകാരനാണ്. ഇപ്പോ നമ്മൾ ഉപഹാരം നൽകി ഈ വേളയുടെ സ്നേഹം പങ്കുവെച്ച വാനാൾ വേലുകുട്ടിയാണ് ഇലത്താളത്തിൽ. വേലുകുട്ടി ആശാനും നമ്മുടെ സ്നേഹത്തിനോടൊപ്പം കഴിഞ്ഞ വർഷത്തെ നമ്മുടെ പുരസ്കാര ജേതാവാണ് പനമണ്ണ മനോഹരൻ. അദ്ദേഹം കുറുമ്പുഴലിൽ നമ്മളുമായി പങ്കുചേർന്നിട്ടുള്ള കലാകാരനാണ്. അടുത്തത് പഴമ്പാലത്തോട് സെൽവനാണ്. കൊമ്പിൽ ഇനി ഇതിനിപ്പോ കഴിഞ്ഞ ദിവസം ഉപഹാരം ലഭ്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി പഞ്ചവാദ്യത്തിന്റെ അടുത്ത പഞ്ചവാദ്യമാണ് ഇനി താളനിബദ്ധമായി അതിന് നേതൃത്വം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിങ്ങോട് ചന്ദ്രൻ എന്ന വലിയ ജനകീയ ജനപക്ഷ കലാകാരനാണ് ഇക്കുറി പഞ്ചവാദ്യത്തിന് അമരക്കാരനായി നേതൃത്വം നൽകുന്നത്. പിന്നിലെയും അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പം ഇലഞ്ഞിത്തറ മേളത്തിലും കൂട്ടിയിട്ടുണ്ട്. ബഹുമുഖ പ്രതിഭ കൂടിയാണ്. കലാമണ്ഡലത്തിന്റെ വിസിറ്റ് പ്രൊഫസർ കൂടിയാണ്. അടുത്തത് മണ്ഡലത്തിൽ കലാമണ്ഡലം മധു അനുഗ്രഹീത കലാകാരന്മാരുടെ പരിസരത്തുണ്ടാകുന്നു. സ്നേഹപൂർവ്വം വരവോ രാമചന്ദ്രൻ കൊമ്പ് മികവുറ്റ കലാകാരന്മാരാണ്. ആലപ്പുറം രാജൻ താളത്തിൽ നമ്മുടെ ഈ വേളയുടെ ഒക്കെ മുഖ്യ ചാലകശക്തി പ്രമോദ് കൃഷ്ണ. പ്രമോദ് കൃഷ്ണ അത് അവിടെ ഉണ്ട്. മറ്റൊരാൾക്ക് കൊടുക്കാതെ ഇനി പോയാൽ വേലുകുട്ടി അവരുടെ ഒരു മറുപടി പ്രസംഗം 2 വാക്ക് എന്തായാലും അദ്ദേഹം സംസാരിക്കേണ്ടതാണ്. ഗുരുവായൂർ 76 മുതൽ 80 വരെ കലാനിലയത്തിൽ 2 തൊട്ട് പഠിച്ച ആളാണ്. എന്തോ ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ആശാൻ പറഞ്ഞു എഴുത്താളം പിടിക്കാൻ പഠിച്ചോളൂ, അതിൽ ഉയർന്നു വരും എന്ന് പറഞ്ഞ ഗുരുനാഥൻ തിരുവാപ്പുറം പൊതുവാള് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ എഴുത്താളത്തിലേക്ക് മാറിയത്. ഗുരുവായൂർ വെച്ചിട്ട് ഒരു പുതിയൊരു ആദ്യമായിട്ടൊരു അവാർഡ് തന്നെ പറയാം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് പറയാതെ പറ്റില്ല. അപ്പൊ ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും ഒരുപാട് നന്ദി പറയണം. നന്ദി, നമസ്കാരം.
ഗുരുവായൂർ ജ്യോതിദാസ് പരിസരത്തുണ്ടോ? ഇന്നലെ മാതൃഭൂമിയുടെ ചേച്ചിയുടെ ഭർത്താവുമാണ്, പൂവൈറ്റാണ് ചേച്ചിയുടെ ഭർത്താവ്, അതിലാണ് അതെ. അപ്പൊ അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ ശ്രീകുമാരൻ തമ്പിയും അദ്ദേഹത്തെ സ്നേഹം നൽകി ആദരിച്ച് ആ ചടങ്ങ് കരിമ്പോഴേ ജഡ്ജി അതൊക്കെ എന്ത് കിട്ടില്ല പഞ്ചവാദിയിൽ നടക്കണു, കിട്ടില്ല സംഭവം ചെയ്യണം. നല്ല രസം കേൾക്കാനായിട്ട്. പഞ്ചാബ് പിന്നെ പറയണ്ടല്ലോ, എല്ലാം അടിപൊളിയാ. എന്താലേ പഞ്ചവാദ്യ ഘോഷയാത്രയോടുകൂടി ഗുരുവായൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്രാവശ്യം എന്താ വെച്ചാൽ കുറെ പ്രത്യേകതകളുണ്ടാവും. ആന ഉണ്ടായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉറിയയുടെ കാര്യം ആദ്യം മുന്നേ പറഞ്ഞായിരുന്നു. ഉറിയടി കണ്ടില്ലേ, അത് കൃഷ്ണൻ വന്നിട്ട് അറിയാലോ പാട്ടൊക്കെ ഉണ്ട്. ശ്രീകൃഷ്ണന്റെ ഈ മാത്രം കാണപ്പെടുന്ന സംഭവം അത് ഇന്ന് രസകരമായിട്ട് ആൾക്കാർക്ക് കാണാൻ പാകത്തിന് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും അടിപൊളി. എന്തായാലും ചിലപ്പോ ഇവിടെ ഉറിയടി ഉണ്ടാവും, കാരണം പൊട്ടാത്ത കുളങ്ങൾ കാണിച്ചത് ഇറക്കേണ്ടി പറഞ്ഞു. എന്നാലും ഉറിയടി ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഐശ്വര്യ വിളക്കെല്ലാം കണ്ടു, അടിപൊളി ഉണ്ടല്ലേ, കുറെ ഉണ്ടായിരുന്നില്ലേ. ചിങ്ങം 1-ാം തീയതി കൂടിയാണ് ചിങ്ങ മഹോത്സവം. നമ്മൾ മഞ്ഞളത്ര മേളം കണ്ടു. അതായത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇനി പെടുന്നുണ്ട് ചിങ്ങം 1 മുതൽ എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണമായ ജീവിതമാവട്ടെ എന്നുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഐശ്വര്യ വിളക്ക്, നെയ് വിളക്കാണ് കത്തിക്കുന്നത്. അതാണ് ഈ ഐശ്വര്യ വിളക്ക് തെളിയിക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ. അതും മാത്രല്ല, അവിടെ മഞ്ഞളത്രം വേണമെന്ന് 250 ആൾക്കാരുണ്ടായിരുന്നു. 250 കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഉണ്ടല്ലോ കൊട്ടിക്കൊണ്ടിരുന്നപ്പോഴേ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോണ്ടല്ലോ നല്ല നീളത്തിലെ ആൾക്കാര്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രയും നീളത്തിൽ പോയിക്ക ആൾക്കാര്, അത്ര അറ്റത്താ. അത്ര നേരെ കുഴലുകാരൊക്കെ എത്ര ആൾക്കാരാന്നറിയോ, അത്രയും വലുതായിട്ട് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടിരിക്കുന്നു. ഞാൻ കുട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇവരെന്തര കുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ എത്ര ആൾക്കാരെന്നറിയോ, ശബ്ദം തന്നെ. മേളം കഴിഞ്ഞപ്പോഴില്ല, എനിക്കൊന്നും കേൾക്കില്ല. അച്ഛൻ പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാന്ന്. ഞാൻ മൈൻഡിലാണ്ട് പോവാ, ഞാൻ ക്ഷീണം കൊണ്ടല്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശബ്ദമായിരുന്നു മേളത്തിൽ, എന്തോ അടിപൊളിയായിരുന്നു അറിയോ. അടുത്ത പ്രാവശ്യം ഇനിയും വരട്ടെ, ഇതിലും ഗംഭീരമായിട്ടുള്ള 250 എന്നത് 300 ആവട്ടെ അല്ലെ, 300. കാരണം എന്താ വെച്ചാൽ ഓരോ ജില്ലയിൽ നിന്ന് ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അവസരം പ്രത്യേകിച്ച് ഗുരുവായൂർ എന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് ഗുരുവായൂർ ഒന്ന് കൊട്ടണം എന്ന് ആഗ്രഹം. നമ്മളെപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, അതൊരു ആഗ്രഹമാണ് എല്ലാവർക്കും. ഗുരുവായൂർ വരണം, ഗുരുവായൂർ വന്നിട്ട് ഒന്ന് കൊട്ടണം എന്ന്. കലാകാരന്മാരുടെ എല്ലാ ഏത് കല പഠിച്ചെടുക്കണം. അപ്പൊ എന്തായാലും മഞ്ജുളാൽത്തരം മേളയാണെങ്കിലും ഐശ്വര്യ വിളക്ക് സമർപ്പണം എല്ലാം അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യത്തെ മേള പുരസ്കാരം തന്നെ പാഞ്ഞാള് വേലിക്കുട്ടി ആശാനായിരുന്നു. അതും കൊള്ളായിരുന്നു. വേലിക്കുട്ടി ആശാനാണ് പ്രമാണി തന്നെ, നമ്മുടെ ഇലത്താള പ്രമാണി. എന്ത് രസമല്ല അത്, നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂർ പൂരങ്ങളിലും എല്ലാം നിറഞ്ഞ സാന്നിധ്യമാണ് നമ്മുടെ വേലിക്കുട്ടി ആശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനുശേഷം പിന്നെ പഞ്ചവാദ്യം, കലാമണ്ഡലം പെരിങ്ങോട് ചന്ദ്രേട്ടന്റെ പഞ്ചവാദ്യം ത്തോടു കൂടിയിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് നമ്മുടെ അച്ഛൻ പറഞ്ഞ ഗോപുരത്തിന് അങ്ങോട്ട് പോയി. പിന്നെ അവിടുന്ന് അതുവരെ അതിനുശേഷം പിന്നെ പഞ്ചവാദ്യം നിർത്തിയിട്ട്
അതെല്ലാം കറക്റ്റ് ടൈമിംഗ് ആണ് വെച്ചാൽ അവിടെ നിന്ന് തുടങ്ങി അതുവരെ ഒരു കറക്റ്റ് ടൈമിംഗ് നിർത്തും കിട്ടും. അതിന്റെ ഇടയ്ക്ക് തന്നെ പുതിയൊരു സംഭവം തുടങ്ങിയെന്ന് വെച്ചാൽ ഉറിയടി. അത് പുതിയൊരു കൺസെപ്റ്റ് ആണ്. നമ്മൾ ആനയുടെ കാര്യം വീട്ടിൽ ഇടയ്ക്ക് പറഞ്ഞോ, ആനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഉറിയടി പുതിയൊരു കൺസെപ്റ്റും കൂടിയാണ്. അതെന്തായാലും കൊള്ളാം. സാധാരണ ശ്രീകൃഷ്ണ ജയന്തി അതായത് ഉണ്ടാവാറുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇത് കൊള്ളാം. ഇതിപ്പോ അതിന്റെ ഇടയ്ക്കായിട്ട് കൃഷ്ണനും ബലരാമനും ആയിരുന്നു രണ്ടാളും കൂടി കലപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉറിയടി ആയിരുന്നു. അത് നല്ല ഇതായിരുന്നു. കാരണം നമ്മൾ സാധാരണ അഷ്ടമിരോഹിണിക്ക് മാത്രം അത് കാണാറുള്ളൂ ഉറിയടി അല്ലേ. ശരിക്കും അതിന്റെ മുന്നോടി ചിങ്ങം മഹോ ഉത്സവം തന്നെ എന്ന് വെച്ചാൽ മേളം ഉണ്ടായിരുന്നു, പഞ്ചവാദ്യം ഉണ്ടായിരുന്നു. മേളം പഞ്ചവാദ്യമൊക്കെ വരുമ്പോ എന്തായാലും ആനയുണ്ടായിരുന്നു. അതുപോലെ തന്നെ വിജയ നഗരിയിലെ തന്നെ ശ്രീകൃഷ്ണനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണന്റെ ഉറിയടി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഐശ്വര്യത്തിന് വേണ്ടി വിളക്ക് എന്തായാലും എന്തൊക്കെ ഉണ്ടായിരുന്നു എന്റെ അമ്മ. അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ മഞ്ജുളാർത്തമേള അതിഗംഭീരമായി അടുത്ത വർഷം ഇതിലും ഗംഭീരമാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതെ, അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആ കൂടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.